ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 3-ാമത്തെ സ്കന്ധത്തിലെ 28-ാമത്തെ കഥയാണ്. ശ്രീ വരാഹ ഹിരണ്യാക്ഷ യുദ്ധം. വരുണന്റെ വാക്കുകൾ കേട്ട് മതാന്തനായ ഹിരണ്യാക്ഷൻ ഭഗവാൻ എവിടെയാണെന്ന് നാരദനിൽ നിന്ന് മനസ്സിലാക്കി. അതിവേഗം രസാതലത്തിലെത്തി. അപ്പോഴാണ് വരാഹമൂർത്തിയെ കണ്ടത്. ഭഗവാൻ തൻ്റെ തേറ്റയിൽ ഭൂമിയെ പൊക്കിയെടുത്ത് പൊന്തി വരികയായിരുന്നു. ഹേ വിഡ്ഢി, യുദ്ധത്തിനു വാ, ഭൂമിയെ ഉപേക്ഷിക്കുക, അവൾ ഞങ്ങളുടേതാണ്. രസാതലവാസികൾക്കു വേണ്ടി ബ്രഹ്മദേവൻ നൽകിയ പാരിതോഷികം. പന്നിയുടെ മായാവേഷം ധരിച്ച ദേവാധമ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവളെ കൊണ്ടുപോകുവാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിൽക്കവിടെ, മായ കൊണ്ട് അസുരന്മാരെ നശിപ്പിക്കുന്ന കപടവേഷധാരി. ഞാൻ നിന്നെ കൊന്ന് സുഹൃത്തുക്കളുടെ കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഗദ കൊണ്ടുള്ള അടിയേറ്റ് തല പൊളിഞ്ഞ് നീ ചത്താൽ ആരുണ്ട് നിന്നെ ബലിയർപ്പിക്കാൻ? ദേവന്മാരെല്ലാം മൂലമറ്റ് നശിക്കില്ലേ? ശത്രുവിൻ്റെ ആക്ഷേപശരങ്ങളേറ്റ് പൊറുതിമുട്ടിയ വരാഹം തേറ്റയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ കൃപാതിശയത്താൽ വെള്ളത്തിൻ്റെ മുകളിലെത്തിച്ചു. അത് കണ്ടപ്പോൾ അസുരന് സഹിച്ചില്ല. അവൻ പിന്നാലെ പാഞ്ഞെത്തി അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലജ്ജയില്ലാത്ത ദുർജനങ്ങൾക്ക് എന്താണ് നിന്ദ്യമായിട്ടുള്ളത്? വരാഹം ആ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. ഭൂമിയെ ജലോപരി ഭാഗത്ത് സ്ഥാപിച്ച് വീണ്ടും മുങ്ങിപ്പോകാതിരിക്കുവാൻ തൻ്റെ ദിവ്യശക്തി ആധാനം ചെയ്തു. ഹിരണ്യാക്ഷൻ നോക്കി നിൽക്കെ തന്നെ ബ്രഹ്മാദിദേവകൾ ഭഗവാനെ പുഷ്പവൃഷ്ടി ചെയ്ത് വാഴ്ത്തി സ്തുതിച്ചു. അപ്പോഴേക്കും അവിടേക്ക് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് സുരക്ഷാ കവചം ധരിച്ച് വാ തോരാതെ ആക്ഷേപവചനങ്ങൾ വർഷിച്ചുകൊണ്ട് അസുരൻ പാഞ്ഞെത്തി. ഹിരണ്യാക്ഷനെ കണ്ടപ്പോൾ താനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന മട്ടിൽ ഭഗവാൻ പുഞ്ചിരി തൂകി മൊഴിഞ്ഞു. ഞങ്ങൾ വനത്തിലെ മൃഗങ്ങളാണെന്ന് മുമ്പ് നീ പറഞ്ഞത് സത്യമാണ്. നിന്റെ അർത്ഥശൂന്യമായ ആത്മപ്രശംസ കേൾക്കുവാൻ ആർക്കും താല്പര്യമില്ല. രസാതലവാസികളുടെ നിധി കക്കുന്ന ഞങ്ങൾ നിന്റെ ഗദ കണ്ട് ഭയപ്പെട്ട് ഓടിപ്പോന്നവരാണ്. നീ കരുത്തനാണ്. നിന്റെ വിരോധം സമ്പാദിക്കുകയും ചെയ്തു. ഇനി മറ്റെവിടെ പോയി രക്ഷപ്പെടാനൊക്കും? ഇല്ലെന്നറിയാമെങ്കിലും പേടിച്ചോടുന്നത് ഭീരുത്വമാണ്. ഒരു ശ്രമം നടത്തി ചാകുന്നതല്ലേ ഭൂഷണം. അതുകൊണ്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യുക, തോൽപ്പിക്കുവാൻ ശ്രമിക്കുക. ഞങ്ങളെ കൊന്ന് ബന്ധുക്കളുടെ കണ്ണുനീർ തുടച്ച് പ്രസിദ്ധനാകുക. വാക്കു പാലിക്കാത്തവൻ അയോഗ്യനാണെന്ന് ലോകം വിധിയെഴുതും. ഭഗവാന്റെ അധിക്ഷേപ വാക്കുകൾ കേട്ട് ഹിരണ്യാക്ഷൻ കുപിതനായി വിറച്ചുകൊണ്ട് ശത്രുവിന് നേരെ കുതിച്ചു. ഗദ കൊണ്ട് ആഞ്ഞടിച്ചു. പക്ഷേ അസുരൻ്റെ ആ പ്രയോഗം ഭഗവാൻ യോഗി അന്തകനെ എന്ന പോലെ ഒഴിഞ്ഞു മാറി പറ്റിച്ചു. അസുരൻ വീണ്ടും ഗദയെടുത്ത് ആഞ്ഞടിക്കുവാൻ തുനിഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെ ഗദ കൊണ്ട് അവൻ്റെ വലത്തെ പുരികത്തിനു നേരെ ഊക്കോടെ അടിച്ചു. അത് അവൻ തടുത്തുവെങ്കിലും കോപം ഇരട്ടിച്ചു. പരസ്പരം യുദ്ധം മുറുകി. രണ്ടുപേരും അടിയേറ്റ് തളർന്നു. ശരീരം മുറിഞ്ഞ് രക്തം ഒഴുകി ചുടുചോരയുടെ ഗന്ധം പരിസരത്താകെ പരന്നപ്പോൾ കോപം പെരുത്തു. ഘോര യുദ്ധം. ബ്രഹ്മാവും ദേവന്മാരും ഋഷീശ്വരന്മാരും യുദ്ധം കാണുവാൻ എത്തിച്ചേർന്നു. വരാഹസ്വരൂപം വിളങ്ങി. സ്വർണപ്രഭ പരന്നു. മായാമാധവനെ അസുരൻ ഒഴികെയുള്ളവർ ഭക്തിപൂർവം വന്ദിച്ചു. ആ പ്രവൃത്തി അസുരന് പിടിച്ചില്ല. അവൻ അപ്പോഴും പോരിനു വേണ്ടി എതിരാളിയെ അന്വേഷിച്ചു നടക്കുകയായിരുന്നു. അവൻ ബ്രഹ്മാവിൻ്റെ വരം നേടി കൂടുതൽ കരുത്തനായപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്ന വിപ്രന്മാരെയും പശുക്കളെയും നിരപരാധികളായ ജീവികളെയും ഉപദ്രവിക്കുവാൻ ആരംഭിച്ചു. അത് ബ്രഹ്മാവിനെ മാനസികമായി വിഷമിപ്പിച്ചു. അതുകൊണ്ട് ഭഗവാൻ ശത്രുവിനെ ബലമേറുന്നതിന് മുൻപായി സ്വമായ കൊണ്ട് പാപിയായ രാക്ഷസനെ കൊല്ലുക. ലോകത്തിന് മംഗളമുണ്ടാകട്ടെ. ബ്രഹ്മാവ് ഭഗവാനെ ഉണർത്തിച്ച ശേഷം അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഹരേ കൃഷ്ണ. ഇനി നാളെ നമുക്ക് അടുത്ത ഒരു കഥയുമായിട്ട് കാണാം. ഹരേ കൃഷ്ണ.